friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ Google Pixel 9 ഒരു റിവ്യൂ ആണ്. നിങ്ങൾ ആക്ച്വലി ഈ ഫോൺ എടുക്കണോ എടുക്കണ്ടേ എന്നൊക്കെ അറിയാം. ഈ സാധനം ഓൾമോസ്റ്റ് ഒരു 60,000 70,000 ആ റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. നമ്മുടെ Xiaomi 15 ഒക്കെ പോലെ തന്നെ അല്ലെങ്കിൽ Vivo X200 ഒക്കെ പോലെ റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം പിക്സൽ എന്ന് പറയുമ്പോൾ പിക്സൽ ഫാൻസുകൾ കുറേ പേരുണ്ട്. എന്നുവെച്ചാൽ പിക്സലിന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് അറിയാം സ്റ്റോക്ക് ആൻഡ് ഔട്ടിന്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇവരുടെ എന്താ പ്രൊസസ്സറോ കാര്യങ്ങളൊന്നും വലിയ ഹെവി നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്നാപ്ഡ്രാഗൺ 888 പോലത്തുള്ള പ്രൊസസ്സറൊന്നും അല്ല. എന്നാലും പക്ഷേ ഇവരുടെ ഒപ്റ്റിമൈസേഷൻ കാരണം ഭയങ്കര ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമാണ് നമ്മുടെ പിക്സൽ സീരീസ്. അത് നിങ്ങൾ പിക്സൽ സീരീസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇത് അറിയില്ല കേട്ടോ. അല്ലാത്തവർ വിചാരിക്കും എന്തിനകത്ത് G4 ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാംസങ്ങിൻ്റെയോ വിവോൻ്റെയോ അല്ലെങ്കിൽ ഏത് ഫോണിൻ്റെയും ഇപ്പോഴത്തെ നമ്മുടെ ഐഫോണിൻ്റെ ആയിക്കോട്ടെ ഈ റേഞ്ചിൽ വരുന്ന ഫോണിൻ്റെ ഉപയോഗിക്കുമ്പോഴുള്ള ഡിഫറൻസ് ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നുവെച്ചാൽ അത്രയ്ക്കും ബട്ടർ സ്മൂത്ത് ആണ് ഈ സാധനം. എന്നുവെച്ചാൽ അത്രയ്ക്കും ഒപ്റ്റിമൈസേഷൻ ഇതിന് സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് അല്ലെങ്കിൽ ഒരു റിവ്യൂയിലേക്ക് പോവാം. ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് പ്രൈസ് കാര്യങ്ങളും പറയാനുള്ളതാണെങ്കിൽ ഇതിൻ്റെ 12GB 256GB വേരിയൻ്റാണ് മോഡലാണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, 4 കളേഴ്സിൽ അവൈലബിൾ ആണ് സാധനം. അപ്പോൾ ഞാൻ ക്രോമേന്നാണ് ബൈൻഡ്. നമുക്ക് ആക്ച്വലി ക്രോമേന്ന് എടുക്കാം, റിലയൻസിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുക്കാം. ഇതാണ് 3 ഓതറൈസ് ആയിട്ട് ഗൂഗിൾ സെല് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് ക്രോമേന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് 12GB 256GB ബ്ലാക്ക് കളർ മോഡലാണ് കേട്ടോ. ഗൂഗിൾ പിക്സൽ 9 ആണ്. ഗൂഗിൾ പിക്സലിൻ്റെ 9 ഉണ്ട്, പ്രോ ഉണ്ട്, പ്രോ എക്സൽ ഉണ്ട്, പിന്നെ ഫോൾഡും ഉണ്ട്. അപ്പോൾ പ്രോവും അതുപോലെ തന്നെ നോർമൽ ഇതും വ്യത്യാസം വെച്ചാൽ നമുക്കതിൽ 3 ലെൻസ് വരുന്നുണ്ട് പ്രോയിൽ. ഇതിലാകുമ്പോൾ നമുക്ക് 2 വരുള്ളൂ നമ്മുടെ ഐഫോണിൻ്റെ പോലെ. അതൊരു എനിക്ക് ശരിക്കൊരു ഭയങ്കര ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പ്രൈസിൽ രണ്ട് ക്യാമറ സെൻസറൊന്നും പോരാ. അത് ഈ ആപ്പിൾ തുടങ്ങി വെച്ച ഒരു കുറേ പരിപാടിയാണ്. അത് ഈ കൊറോണം കോപ്പി അടിക്കുന്ന പരിപാടിയാണല്ലോ. അത് ആദ്യം നിർത്തണം. ഈ സാംസങ്ങും പിക്സലൊക്കെ അത് കോപ്പി അടിക്കുന്ന പരിപാടി ആദ്യം നിർത്തണം. അപ്പോൾ എനിക്കതാണ് ഏറ്റവും ഈ ഇഷ്ടപ്പെടാത്തൊരു സംഭവം. സത്യം അതിനെടുത്ത് പറയാമല്ലോ, 2 സെൻസറൊന്നും ഈ പ്രൈസിൽ കൊടുത്താൽ പോരാ. അത് പ്രോ സീരീസിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണം. അതിന് വേണ്ടി പ്രോ സീരീസിൽ 3 കൊടുക്കാമല്ലോ. അത് ആപ്പിളിൻ്റെ സ്ട്രാറ്റജി കോപ്പി അടിച്ചിരിക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. ഈ കൂറ പരിപാടി ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് കോപ്പി അടിച്ച് വെച്ചിരിക്കുന്നതാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അതാണ് മെയിൻ ഒരു ഡ്രോബാക്ക് ആണ് എനിക്ക് ശരിക്കും പറയാനുള്ളത് ഈ പ്രൈസ് റേഞ്ചിൽ വരുമ്പോൾ. എന്ന് വെച്ചാൽ ഇതിൻ്റെ കോമ്പറ്റീഷൻ വരുമ്പോൾ ബാക്കി അതിനകത്ത് നമുക്ക് ടെലിഫോട്ടോ ലെൻസ് ഇൻബിൽഡായിട്ട് വേറെ സെപ്പറേറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. അത് iPhone 16 ആയിക്കോട്ടെ പിക്സൽ ആയിക്കോട്ടെ, ഈ 2 മെയിൻ പ്രോബ്ലം ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു 68,000-69,000 രൂപയ്ക്കാണ് നമുക്ക് നോർമലി ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ഓൺലൈനൊക്കെ നമുക്ക് സെല് ചെയ്ത് സാധനം വാങ്ങിക്കാൻ പറ്റുന്നത് കേട്ടോ ഈ മോഡല്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോയി. ഞാൻ ആക്ച്വലി ഇതിൻ്റെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മറന്നു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ നമ്മുടെ ടാബിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ നമുക്ക് ബിൽഡ് ക്വാളിറ്റിയിലേക്ക് പോകാം. ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ചാണ്. 2 സൈഡിലും ഗ്ലാസ് തന്നെയാണ്. ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ നമുക്ക് ബാക്കിൽ മാറ്റല്ല, പ്രോ സീരീസിൽ മാറ്റാണ്. ഇതിൽ സൈഡിൽ മാറ്റാണ്, പ്രോ സീരീസിൽ സൈഡിൽ മാറ്റല്ല. അപ്പോൾ 2 പെർഫെക്റ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒടുക്കത്തെ ഫിംഗർ പ്രിന്റ് വരും കേട്ടോ, അത് വേറെ കാര്യം. പറയുമ്പോൾ 2 വിക്ടസ് 2 പ്രൊട്ടക്ഷൻ നമുക്ക് വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട നല്ല കാര്യം തന്നെയാണ്. ഓൾമോസ്റ്റ് നമുക്ക് 198 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ വെയിറ്റ് ഒന്നും അങ്ങനെ ഫീലിംഗ് ചെയ്യില്ല കേട്ടോ. ഓൾമോസ്റ്റ് 6.3. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം. 6.3 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD ആണ്. അതുപോലെ തന്നെ നമുക്ക് 60 Hz to 120 Hz മൂവ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ആക്ച്വൽ ഡിസ്പ്ലേ എന്നൊക്കെ അവർ പറയുന്നത്, അതിൻ്റെ പേര് ചുമ്മാ സംഭവങ്ങളൊക്കെ തന്നെ. 2700 നിറ്റ്സ് വരെ നമുക്ക് ബ്രൈറ്റ്നസ് കിട്ടും. HDR10 ഉണ്ട്, HDR10+ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ്. ഞാൻ പറഞ്ഞ പോലെ വിക്ടസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യൂണിഫോംലി ബസ്സിലാണ് വരുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഈ റേഞ്ചിൽ വരുന്ന വേറെ ഫോണുകളെ കമ്പയർ നോക്കുമ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഇപ്പോൾ ഈ Xiaomi 14 ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേൻ്റെ ബെസൽസ് നമുക്ക് ഇതിനാണ് കുറവ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതിനാണ് നമുക്ക് കുറവ് വരിക. ഇതിന് അത്യാവശ്യം കമ്പയർ ചെയ്യുമ്പോൾ ബെസൽ ഉണ്ടെന്ന് പറയാം. പക്ഷേ iPhone 16 കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയാം കേട്ടോ. അതാണ് നമുക്ക് പറയാനുള്ളത് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പറയാനുള്ളത് കേട്ടോ. അടുത്ത നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് അറിയാം ഈ സാധനത്തിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. Android 14 ആയിട്ടാണ് സാധനം ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ 7 പോലെ തന്നെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ Android 16 ബീറ്റ ഇൻസ്റ്റാൾ ചെയ്തൊക്കെയാണ്. അപ്പോൾ ആ ബീറ്റ 16 ബീറ്റ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. 15 ബെറ്ററാണ്. 15 കുറച്ച് ബാറ്ററി ഡ്രോപ്പും സംഭവങ്ങളൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ സ്ക്രീൻ ബ്രൈറ്റ്നസിൻ്റെ ഓട്ടോ ബ്രൈറ്റ്നസ്സേ ഒന്ന് ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇത് ശല്യം ചെയ്യും ലൈറ്റത്ത്. അപ്പോൾ ഇതാണ് കണ്ടോ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് നമുക്കിതിൽ പറയാനുള്ളത്.
പിന്നെ നമുക്ക് AI ഫീച്ചേഴ്സൊക്കെ ഇഷ്ടം പോലെ AI ഫീച്ചേഴ്സുകളുണ്ട്. മാജിക് റേസർ അങ്ങനെ കുറേ സാധനം എന്താ പറയുക, നമുക്ക് സെൽഫി എടുക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ പേര് ഞാൻ ആഡ് ഓൺ ഫീച്ചർ അങ്ങനെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. അതിൻ്റെ AI ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ മുമ്പേ വീഡിയോട്ടൊക്കെ എന്താണ്. അപ്പോൾ അത് ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് കാണിക്കുന്നില്ല, വെറുതെ വീഡിയോ ലെങ്ത് കൂടാന്നല്ലാണ്ട്. എനിക്ക് തോന്നുന്നില്ല വലിയ ആൾക്കാർ വലിയ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കുന്ന ഈ സാധനം AI ഫീച്ചേഴ്സ്. ചിലത് എക്സെപ്ഷനലി ചിലത് മാത്രം. ഞാനും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല. അപ്പോൾ അത് സാംസങ്ങിലായിക്കോട്ടെ ഇതിലായിക്കോട്ടെ. പക്ഷേ ചിലതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് സർക്കിൾ സെർച്ചൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതൊക്കെ ഇപ്പോൾ എല്ലാ ആൻഡ്രോയിഡിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ലൈവായിട്ട് നമ്മുടെ സംസാരിക്കാൻ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നുണ്ട്. അതിപ്പോൾ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും വന്നിട്ടുണ്ട്. AI ഫീച്ചേഴ്സ് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ഭയങ്കര അധികം നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ ഉള്ളത് എന്തുകൊണ്ടും ബെറ്റർ തന്നെയാണ്. അത് ഐഫോൺ കേൾക്കുന്നുണ്ടാവോ ഇത്രയും കാലമായിട്ട് അവന്മാർ എത്ര കാലം അറിയാം. ആപ്പിൾ ഇന്റലിജൻസ് പറഞ്ഞ് നടക്കണം. ഇത്രയായിട്ടും മര്യാദയ്ക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല അമ്മമാർക്ക്. പിന്നെ അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ പ്രൊസസ്സറിന്റെ കാര്യമാണ്, പെർഫോമൻസിന്റെ കാര്യമാണ്. G4 പ്രൊസറാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ സാംസങ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവർ ഇറക്കുന്ന ഒരു സംഭവമാണ്. ഓൾമോസ്റ്റ് ഇതിന്റെ ബെഞ്ച് മാർക്ക് സ്കോറും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 lakh ഒക്കെയാണ് നമുക്ക് ഇതിന്റെ സ്കോറും കാര്യങ്ങളൊക്കെ കിട്ടുക. ഈ പ്രൈസിന് നോക്കുകയാണെങ്കിൽ പെർഫോമൻസിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്രോബാക്ക് തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 888 അതുപോലെ തന്നെ ഡയമൻസിറ്റി 9400 ഒക്കെ കിട്ടുന്ന സമയത്ത് അതിന്റെ പകുതി പെർഫോമൻസ് ആയിട്ടാണ് ഈ സാധനം G4 വരുന്നത്. പക്ഷേ ഇത് ഭയങ്കര പെർഫോമൻസ് ഡ്രോപ്പോ അങ്ങനെ സംഭവമൊന്നുമില്ല. എന്താ വെച്ചാൽ അതിന്റെ ഒപ്റ്റിമൈസേഷൻ നമ്മുടെ ആപ്പിളും പിടിച്ചേക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഒപ്റ്റിമൈസേഷൻ, അത് ഇതിൽ കിടിലനാണ്. നമുക്ക് ഇത്രയും ഒരു പവർഫുൾ അല്ലാത്ത പ്രൊസസ്സറാണ് സാധനം ഇതിലുള്ളതെന്ന് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അറിയില്ല. അത് എടുത്ത് പറയേണ്ട ഒരു ഗൂഗിളിന്റെ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി തന്നെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ്. തീരെ പറയില്ല, അത്രയ്ക്കും ബട്ടർ സ്മൂത്ത് ആണ്. അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞാൻ ഒന്നുകൂടി ബ്രൈറ്റ്നസ് കുറയ്ക്കാം. പിന്നെ നമ്മുടെ ഇപ്പോൾ നമുക്ക് ഗെയിംസ് ഒക്കെ അത്യാവശ്യം കുറേയൊക്കെ കളിക്കാൻ കഴിയും. പക്ഷെ ആരും പിക്സൽ ഫോൺ ഗെയിം കളിക്കാൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഒന്നാമത് പറ്റില്ല വേറെ കാര്യം. പക്ഷേ പിന്നെ ആരും എടുക്കാൻ ഗെയിമിങ്ങിനൊന്നും ആരും പിക്സൽ ഫോൺ എടുക്കില്ല നോർമലി. അതിനൊക്കെ നമുക്ക് ഇപ്പോൾ ഗെയിമിംഗ് സ്പെൻഡറിക് ബ്രാൻഡുകളുണ്ട്, IQ അതുപോലെ തന്നെ റിയൽമിയുടെ GT സീരീസ് ഒക്കെ അതിന് വേണ്ടിയിട്ട് ഇറക്കിക്കുന്ന സംഭവമാണ് അതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫോമൻസ് സൈഡിൽ 12GB 156GB ഇതും വരുന്നുണ്ട്. നമുക്ക് Type-C പോർട്ടും വരുന്നുണ്ട്. 2 വന്നുകൊണ്ട് കേട്ടോ, എനിക്ക് കറക്റ്റ് ഉറപ്പില്ല. അത് അറിയണവരൊന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത നമുക്ക് ഇനി ക്യാമറയിലേക്കാണ് പോകുന്നത്. ക്യാമറയിൽ നമുക്ക് 50 മെഗാപിക്സലിന്റെയും 48 മെഗാപിക്സലിന്റെയും ഫ്രണ്ടിൽ 10.5 മെഗാപിക്സലിന്റെയും സെൻസാണ് കൊടുത്തേക്കുന്നത്. ഇത് എന്ത് മാങ്ങിയാണ്, എത്ര കാലം അറിയ സാധനം. ഇതും ആപ്പിളിന്റെ പഠിച്ചിട്ടുണ്ടാവും, എത്ര കാലമായിട്ട് ഇത് മാറ്റിയിട്ടില്ല. പ്രോ സീരീസിൽ അവർ മാറ്റി, ഇതിൽ മാറ്റിയിട്ടില്ല. ഇതിന്റെ സെൽഫി ക്യാമറ ഒക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ നമുക്ക് സൂം ചെയ്യുമ്പോൾ ആ റെസൊല്യൂഷൻ കുറഞ്ഞതിന്റെ സംഭവം അതിൽ കാണാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ ഡ്രോബാക്ക് സെൽഫി ക്യാമറയിൽ. അല്ലാത്ത പക്ഷം നല്ല സൂപ്പർ സെൽഫി തന്നെയാണ് വരുന്നത്. നമ്മുടെ റിയർ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, മെയിൻ സെൻസർ 50 മെഗാപിക്സലും നമുക്ക് ബാക്കി നമ്മുടെ രണ്ടാമത്തെ വരുന്നത് 48 മെഗാപിക്സലിലാണ്. നല്ല ഫോട്ടോസും നല്ല വൈബ്രന്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ഫോട്ടോസിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് ഞാൻ ഓൾറെഡി കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ച് 2-3 എണ്ണൊക്കെ. അതിന് ശേഷം ഞാൻ വീഡിയോയും കൊടുക്കാം. അപ്പോൾ വീഡിയോ പർപ്പസിന്റെ കാര്യം പറയുകയാണെങ്കിൽ വീഡിയോ അത്യാവശ്യം നല്ലതൊക്കെ തന്നെയാണ്. എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ Android 16 ബീറ്റ വെർഷൻ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കുറച്ച് പുതിയ ക്യാമറ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നമ്മളെന്താ പറയുക, ഇപ്പോൾ ഒരു സംഭവം നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് ഫോക്കസ് ഔട്ട് ആണെങ്കിൽ നമുക്ക് വിളിച്ച് പറയുകയൊക്കെ ചെയ്യും. അത് ഓഫ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കാണിക്കും, എന്താ പറയുക, ഒരു അറിയാത്ത ആൾക്കാർക്ക് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അത് ശരിയാക്കാൻ അങ്ങനെ നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ സംഭവമില്ല. അതൊക്കെ കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നി. ക്യാമറ പെർഫോമൻസ് ഓവറോൾ ബെറ്റർ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ടെലിഫോട്ടോ ലെൻസിന്റെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നല്ല ക്യാമറാസ് തന്നെ എനിക്ക് തോന്നിയത്. ക്വാളിറ്റിയിലായിക്കോട്ടെ, ഇപ്പോൾ നൈറ്റ് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ നിങ്ങൾ ഓൾറെഡി ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫോട്ടോസിന്റെ കാര്യം പറയുകയാണെങ്കിലും വീഡിയോസിന്റെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. ആകെ ഞാൻ പറഞ്ഞ കുഴപ്പം ഇതിൽ ഒരു സെൻസർ കുറവാണ്. അത് മെയിൻ ഡ്രോബാക്ക് ഒക്കെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു 20,000-65,000 രൂപ കൊടുക്കുമ്പോൾ ഒരു 2 ക്യാമറ ലെൻസ് വെച്ച് കിട്ടുന്നത് ശരിക്കും ഡ്രോബാക്ക് തന്നെയാണ്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് വെച്ചാൽ അത് ഫിക്സ് ചെയ്യണം. ആക്ച്വലി ഈ ആപ്പിളും അതുപോലെ തന്നെ ഈ പിക്സലും എത്രയും കാലം ഇവരുമാരി ഇതും വെച്ച് കളിക്കുന്നു. ഇപ്പോൾ പ്രോ എന്ന് പറഞ്ഞിട്ട് 3 നടക്കും, 2 നടക്കും. അതും വെച്ച് കളിച്ചുകൊണ്ടിരിക്കും കുറേ കാലേ. എന്നിട്ട് ആൾക്കാരെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ബോധമില്ലാത്ത ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ട് സപ്പോർട്ടും ചെയ്യും. പിക്സലിന് വലിയ സെയിൽസ് ഒന്നും ഇല്ല. ഈ ആപ്പിളിന്റെ കോപ്പി അടിച്ചൊക്കെ എന്താണത്, വേറെ ഒന്നല്ല. ഈ ആപ്പിളാണല്ലോ എല്ലാ ഉടായ്പ സാധനങ്ങളും കൊണ്ടുവരുന്നത്. എന്നിട്ട് അവന്മാർ ഇത് കോപ്പി അടിക്കാൻ നിൽക്കും, സാംസങ്ങും ആപ്പിളും അല്ലെങ്കിൽ ലൈബ്രറിയും. എന്താ വെച്ചാൽ ഈ ബ്രാൻഡുകൾക്ക് കൂടുതൽ ലാഭം കിട്ടാൻ പരിപാടിയാണ് ഇവർ തുടങ്ങി വെക്കണം. എന്താ വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് അഡാപ്റ്റർ എടുത്ത് കളഞ്ഞു, പെട്ടി ചെറുതാക്കി, അതേ സാധനം ഇവരും കോപ്പി അടിച്ചു. ബാക്കിയുള്ള ബ്രാൻഡുകളൊന്നും കോപ്പി അടിച്ചില്ലല്ലോ. ഇവർക്ക് അതിന് ഭയങ്കര ലാഭം കിട്ടണം പരിപാടി ഇവിടെ തുടങ്ങിയത്. അപ്പോൾ അത് ഇവർ കോപ്പി അടിച്ചു. അത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആപ്പിൾ ഫസ്റ്റ് തുടങ്ങി, അത് കോപ്പി അടിച്ചു. അതാണ് ആപ്പിൾ അതിൽ മിടുക്കന്മാരായ അങ്ങനെ ഒരു ലാഭം കൂട്ടാൻ ആൾക്കാരെ പറ്റിക്കാന്ന് ഉള്ള ആലോചിച്ചിരിക്കുന്ന ആൾക്കാരെ ഫുള്ള്. പ്രത്യേകിച്ച് പുതിയ ടിമ്മെണ്ണം വന്നതിന് ശേഷം നല്ല കൂറ സാധനമാണ്. അപ്പോൾ അയാളുടെ ഫുൾ നെയിം പറയാത്താട്ടാ.
പിന്നെ നമുക്ക് ബാറ്ററിയുടെ കാര്യത്തിലേക്ക് പോകാം. ബാറ്ററി 4700 mAh ബാറ്ററിയാണ് വരുന്നത്. മുമ്പത്തെക്കാട്ടും കുറച്ച് ബെറ്റർ ആണ്. ഡിസ്പ്ലേ ആയാലും നമ്മുടെ പിക്സൽ 8 ബെറ്റർ ആണ് കേട്ടോ. 4700 mAh ബാറ്ററി വരുന്നുണ്ട്. സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഒരു 6 മണിക്കൂർ നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. 45 വാട്ട് വരെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട് പറയാം. പക്ഷേ പ്രോ സീരീസിൽ വരുന്നുള്ളൂ. അത് നോക്കിയപ്പോൾ 45 വാട്ട് നമുക്ക് കിട്ടുന്നില്ല. ഞാൻ ആക്ച്വലി സാംസങ്ങിന്റെ 45 വാട്ട് നോക്കിയാണ് പിടി. ഒരു 27-30 വാട്ടൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 1 അവർ നമുക്ക് ഫുൾ ചാർജിൽ എടുക്കുന്നുണ്ട് കേട്ടോ. 1 hour പ്ലസ് എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ടൈമിൽ ഇത് ഫുൾ ആവുന്ന കാണിക്കുന്നത്. അത് പുതിയ ഫീച്ചർ iOS 19 വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അതായത് നമ്മൾ ചാർജർ കുത്തുമ്പോൾ എത്രാമത്തെ ടൈമിലാണ് ഇത് ഫുൾ ആവുക, ചാർജ് ബാറ്ററി ഫുൾ ആവുമെന്ന് കാണിക്കും ഇവിടെ. അതാണ് ഞാൻ iOS 19 വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററി സൈഡിൽ വരുന്ന സംഭവങ്ങൾ. അപ്പോൾ ഓവറോൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയിക്കും ബോക്സിൽ കേസും അതുപോലെ തന്നെ സ്ക്രീൻ കാർഡൊന്നും ഇല്ല. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒട്ടിക്കണം. സ്പീക്കറിൻ്റെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു. അതുപോലെ തന്നെ കേസ് നമ്മൾ സ്പീക്കറിൻ്റെ ഒരു കേസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ഈ ഫോൺ സെൽ ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിക്സൽ ലൈൻ വന്നിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. മറക്കണ്ട. ഞാൻ അതിൻ്റെ ഒരു ഷോർട്സും ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നുണ്ടോ അത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഒരു 3 മാസം സംതിങ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ക്രോമേന്ന് അവളോട് പറഞ്ഞു ക്രോമേന്ന് വാങ്ങിച്ചാണ്. ഞാൻ ആക്ച്വലി വീഡിയോ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചാണ്. നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് സംഭവമൊക്കെ ചെയ്തിട്ട് നമ്മൾ നോർമലി ഇപ്പോൾ ചെയ്യാനുള്ള പരിപാടിയാണ് വിൽക്കും. അപ്പോൾ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മറക്കണ്ട കേട്ടോ. കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. സ്ക്രാച്ചസ് ഒരു സംഭവം ഒന്നുമില്ല. മര്യാദയ്ക്ക് യൂസും പോലും ചെയ്തിട്ടില്ല. നമ്മളിതിന് ടെസ്റ്റിംഗ് പർപ്പസിന് മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഞാൻ ആക്ച്വലി ജിയോൻ്റെ ഒരു eSIM ഇട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് നെറ്റ്വർക്കിൻ്റെ കാര്യം നമ്മൾ പറയാൻ പറഞ്ഞു. നെറ്റ്വർക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പക്ഷേ പിക്സൽ 8-നാട്ടും 7-നാട്ടൊക്കെ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം എനിക്ക് ആക്ച്വലി ഹീറ്റിംഗ് ഇതിലോട്ട് ഫേസ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ കുറേ പേരൊക്കെ പറയേണ്ടവർക്ക് ഇപ്പോഴും ഹീറ്റ് ആവുന്നുണ്ടെന്ന്. പക്ഷേ പണ്ടത്തെ അത്ര എന്തായാലും ഹീറ്റ് ആവുന്നില്ല. ചെറിയൊരു വാമ സംഭവങ്ങളൊക്കെ നമുക്ക് നോർമലി ഹെവി യൂസും ക്യാമറ യൂസൊക്കെ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം ചാർജ് ചെയ്യുമ്പോഴൊന്നും എനിക്ക് എൻ്റെ യൂണിറ്റ് ഇതുവരെയായിട്ട് ഹീറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഹീറ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫിക്സ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ജിയോ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ എന്നിട്ട് എൻ്റെ എന്താ പറയുക ഇതിൻ്റെ പ്ലാൻ കഴിഞ്ഞൊന്നുമുണ്ട് ജിയോൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൊണ്ടിട്ടാ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതാണ് നമുക്ക് സ്പീഡ് ടെസ്റ്റ് എന്തായാലും ചെയ്ത് നോക്കാം. ജിയോൻ്റെ 5G നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ ഈ റേഞ്ചിൽ പറഞ്ഞാൽ നമ്മുടെ Xiaomi 15 5G പ്ലസ് കിട്ടൂട്ടാ. അതൊരു എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് ആണ്. ബ്രൈറ്റ്നസ് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് റേഞ്ച് കാണിക്കുന്നുണ്ടോ. ഇതിൽ നമുക്ക് റേഞ്ച് കാണിക്കുന്നത് ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ 120, 250, 230, 240 ആ റേഞ്ചിലൊക്കെ നമുക്ക് നോർമലി പോലെ. അപ്പോൾ Xiaomi നോക്കി കഴിഞ്ഞാലും ആ സെയിം സാധനം തന്നെ കിട്ടും. ഇപ്പോൾ എൻ്റെ സാംസങ്ങിലും ആണെങ്കിൽ ഞാൻ ജിയോൻ്റെ 5Gൻ്റെ സ്പീഡ് കാണിച്ചു തരാം. ഇപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വേണ്ട. ഡൗൺലോഡ് സ്പീഡ് കിട്ടുന്നത് 2 കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജിയോൻ്റെ സ്പീഡ് ടെസ്റ്റാണ്. ഞാൻ ഈ കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഇതിലും കാണിച്ചു തരാം. സ്പീഡ് ടെസ്റ്റ് അതാ ഞാൻ എൻ്റെ സാംസങ്ങിലും കാണിച്ചു തരാം കേട്ടോ. ഓൾമോസ്റ്റ് കണ്ടു കുറച്ച് ബാറ്ററി കൂടുതലുണ്ട്. 250 എന്നാലും ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ ഒരു 20 ഞാൻ മറ്റേ 230 നമുക്ക് കിട്ടിയത്. ഇതിൽ നമുക്ക് 250. ഞാൻ ചെറിയൊരു ഡിഫറൻസ് ഞാൻ പറഞ്ഞല്ലോ. നല്ല പോലെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് പിക്സൽ 8-നാട്ടും 7-നാട്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഇഷ്യൂസും സംഭവമൊന്നും അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റേഞ്ചിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാലും റേഞ്ച് വലിയ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് ഇവിടെ ഏരിയയിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല റേഞ്ചുള്ള ഏരിയ തന്നെയാണ്. പക്ഷേ എന്നാലും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ പിക്സൽ 8-നാട്ടും പിക്സൽ 7-നാട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് എടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. അതെന്തായാലും കുറേയൊക്കെ അവന്മാർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ത്രൂ ഫിക്സ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ പിക്സൽ 9 ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാട്ടെ. അപ്പോൾ ഇത് റെക്കമെൻഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്സൽ ഫാൻസുകാർക്ക് എന്തായാലും റെക്കമെൻഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സ്ക്രീൻ ഓൺ ടൈം ആയിക്കോട്ടെ. പിന്നെ ഇത് കോമ്പാക്ട് ഫോണാണ്, കുട്ടി ഫോണാണ്. അപ്പോൾ കുട്ടി ഫോൺ കുറേ പേർക്ക് ഇപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കും. കൊണ്ടുനടക്കാൻ ഭയങ്കര ഈസിയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി ബാക്കപ്പും ക്യാമറ പെർഫോമൻസും ഓവറോൾ പെർഫോമൻസ് ഗെയിമിങ്ങിന് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്കൊരു ഓവറോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എബോവ് ആവറേജ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം പിക്സലിൻ്റെ. നമുക്ക് HDFC ഓഫറും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 68,000 കാണാൻ കയ്യിൽ കിട്ടും കേട്ടോ. അപ്പോൾ കളർ നിങ്ങൾക്ക് ഡിപ്പെൻസ്. ഞാൻ ബ്ലാക്ക് എടുത്തിട്ടുണ്ടാകും. വൈറ്റും കുറച്ചുകൂടി നല്ലതാണ്. വൈറ്റ് എനിക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഡിപ്പെൻസ് അപ്പോൾ ഇൻഡിവിജ്വലാണ് അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മൾ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അടുത്ത് കാണാം.